നമസ്തേ. ഈ വർഷത്തെ ശ്രീരാമനവമി സമാഗതമായിരിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മതിഥിയായി എല്ലാ സജ്ജനങ്ങളും ശ്രദ്ധയോടുകൂടി സമാചരിക്കുന്ന സുദിനം. ശ്രീരാമൻ ധർമ്മ സംസ്ഥാപനത്തിന്, അധർമ്മ നിവാരണത്തിന്, നമ്മുടെ ഇടയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരെ സ്വരൂപിച്ച് വനവാസികളെയും വാനരഗണങ്ങളെയും എല്ലാം ചേർത്ത് ഒരു മഹാശക്തിയുടെ സ്വരൂപണം ചെയ്ത് അധർമ്മത്തിനുപരി ധർമ്മത്തിൻ്റെ വിജയം സ്ഥാപിച്ച മഹാപുരുഷൻ. രാമൻ ധർമ്മവിഗ്രഹമാണ്, ധർമ്മത്തിൻ്റെ മൂർത്തി രൂപമാണ്. വാൽമീകിയുടെ പ്രസിദ്ധമായ വാക്യം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നത് നാം എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ്. ധർമ്മം മൂർത്തിരൂപമെടുത്തു വന്നാൽ എന്തോ അതാണ് ശ്രീരാമചന്ദ്രൻ. ഇവിടെ ധർമ്മം എന്ന ആശയം ഏറെയേറെ അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തി സമാജത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ആശയമാണ്, സങ്കേതമാണ്. അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന വ്യവസ്ഥയാണ് ധർമ്മം. പ്രപഞ്ച താളമെന്ന് ധർമ്മത്തെ നമുക്ക് പറയാം. ഈ താളത്തെ മനസ്സിലാക്കി അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്ത്. എൻ്റെ ചിന്തകളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും ഈ സമാജത്തിൻ്റെ സ്ഥിതിക്കൊരു ദോഷമുണ്ടാവരുതേ എന്ന സങ്കല്പത്തോടു കൂടി വസിക്കുക, അതാണ് ധാർമ്മിക ജീവിതം. ധാർമ്മിക ജീവിതത്തിലൂടെയാണ് മനുഷ്യൻ്റെ എല്ലാ ഉയർച്ചയും വ്യവഹാരത്തിലും പരമാർത്ഥത്തിലും സാധ്യമാകുന്നത്. അതുകൊണ്ട് വേദം നമ്മളോട് പറഞ്ഞു, ധർമ്മം ചരായം, ധർമ്മം ആചരിക്കുക. ഇത് ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ സ്വജീവിതത്തിൽ അനുഷ്ഠിക്കുക ക്ലേശകരമാണ്. ഇവിടെയാണ് ഏത് പ്രതിസന്ധിയിലും പരീക്ഷണത്തിലും പ്രലോഭനത്തിലും ധർമ്മത്തെ കൈവിടാതെ ധർമ്മത്തിൻ്റെ ഉദാത്ത മാതൃകയായി നമ്മുടെ മുമ്പിൽ വസിച്ച ശ്രീരാമചന്ദ്രൻ നൽകിയ സന്ദേശത്തിൻ്റെ മഹിമ. ആ ധർമ്മ സന്ദേശം നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഭഗവാന്റെ ജന്മതിഥി സമാചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ധർമ്മത്തിനായി സമർപ്പിതമാവാൻ നമുക്ക് സാധിക്കട്ടെ. ധർമാനുസാരിയാകുമ്പോൾ മതവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും രാഷ്ട്രീയവും പ്രപഞ്ചവ്യവസ്ഥയെല്ലാം തന്നെ ഗുണകരമാകും. ധർമ്മവിരുദ്ധമാകുമ്പോൾ എല്ലാം ദോഷകരമാകും. ഈ ധർമ്മത്തിൻ്റെ മഹാസന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ പ്രേരകമാകട്ടെ ഈ രാമനവമി സമാചരണം എന്ന് ഹർദമായി സങ്കല്പിക്കുകയാണ്. നമസ്കാരം.